ഒരു വാർത്തയിലേക്കാണ്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. തൃശൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 17 ഉയർന്നിരിക്കുകയാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ പൂരം അതിന്റെ അവസാന ചടങ്ങുകളിലേക്ക് കടക്കുമ്പോഴാണ് ഈ വെടിക്കെട്ട് അപകടത്തിൽ കരിമരുന്ന് നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് കിടന്ന ഒരാൾ കൂടി മരിച്ചു എന്നുള്ള വാർത്ത. മരണസംഖ്യ 17 ഉയർന്ന ദിവസം ഇന്നാണ് എന്നുള്ളതാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ഇന്നലെ വൈകിട്ടാണ് ഉണ്ണികൃഷ്ണൻ മരിച്ചത്. ഇന്ന് രാവിലെയാണ് രാകേഷിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സയിലേക്ക് പലതവണ കടന്നെങ്കിൽ പോലും പക്ഷേ അവസാനം ഫലം കണ്ടില്ലെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 17 മാറിയിരിക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തികളിൽ സജീവമായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് രാകേഷ് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഡോക്ടർമാർ ശ്രമിച്ചിരുന്നു. അവസാന ഘട്ടം വരെ രക്ഷപ്പെടുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടായിരുന്നു അതിതീവ്രമായ ചികിത്സാ സംവിധാനത്തിലേക്ക് ഡോക്ടർമാർ കടന്നു. പക്ഷേ പരിക്കേറ്റ് എത്ര പേർ കൂടിയുണ്ട് ആശുപത്രിയിൽ, ജേസൺ? 3 പേർ കൂടിയാണ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. അവരുടെ നില ഗുരുതരമല്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും 15 പേർ മരിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഒരാൾ കൂടി മരിക്കുന്നു. ഇന്ന് മറ്റൊരാൾ കൂടി മരിക്കുന്നു. അങ്ങനെ മരിച്ചവരുടെ എണ്ണം 17 പൂരച്ചടങ്ങുകൾ നടക്കുന്ന സമയങ്ങളിൽ തന്നെയാണ് 2 മരണമുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ മരണസംഖ്യ 17 ഉയർന്നിരിക്കുകയാണ്.